ക്ലാസിന്റെ ബാക്കി ഭാഗങ്ങൾ ആരംഭിക്കാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഓക്സിജന്റെയും വാതക വിനിമയം വായു അറകളിൽ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഉച്ഛ്വാസത്തിന്റെ ഫലമായി അന്തരീക്ഷവായു വായു അറകളിൽ എത്തിച്ചേരുന്നു. ശ്വസനവാതകങ്ങളായ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കൈമാറ്റം വായു അറകളിലാണ് നടക്കുന്നത്. വായു അറകളുടെ ഘടന നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനിയുടെ അഗ്രശാഖകളായ ശ്വസനികകൾ തുറക്കുന്നത് ദശലക്ഷക്കണക്കിന് വായു അറകളിലേക്കാണ്. വായു അറകൾ ശ്വാസകോശത്തിലെ ശ്വസന പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. വായു അറകളെ ആവരണം ചെയ്ത് ധാരാളം രക്തലോമികകളുണ്ട്. അവയുടെ ഉൾഭിത്തി സദാ ഈർപ്പമുള്ളതായി കാണപ്പെടുന്നു. അവയുടെ ഭിത്തിയും അവയെ ആവരണം ചെയ്തിരിക്കുന്ന രക്തലോമികകളുടെ ഭിത്തിയും ഒരേ നിര കോശങ്ങളാൽ മാത്രം നിർമ്മിതമാണ്. ചുരുക്കത്തിൽ രക്തലോമികകളിലെ രക്തത്തിനെയും വായു അറകളിലെ വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലത്തിന് രണ്ട് നിര കോശങ്ങളുടെ കനം മാത്രമേ ഉള്ളൂ. ഉച്ഛ്വാസവേളയിൽ വായു അറകളിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കുറവുമാണ്. എന്നാൽ ഇതിൽ നിന്നു വ്യത്യസ്തമായി രക്തലോമികകളിൽ ഓക്സിജന്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലുമാണ്. തന്മൂലം വായു അറകളിൽ നിന്ന് ഓക്സിജൻ രക്തലോമികകളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലേക്കും ഡിഫ്യൂഷനിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നു. ശരീരത്തെ മൊത്തം പൊതിയുന്ന ത്വക്കിൻ്റെ പ്രതല വിസ്തീർണം 2 ചതുരശ്ര മീറ്റർ മാത്രമേയുള്ളൂ. എന്നാൽ 2 ശ്വാസകോശങ്ങളിലെയും വായു അറകളുടെ ആകെ പ്രതല വിസ്തീർണം ഏകദേശം 70 ചതുരശ്ര മീറ്റർ ആണ്. അതായത് ഒരു ടെന്നീസ് കോർട്ടിൻ്റെ വിസ്തീർണത്തിന് തുല്യം. ഇത്രയും കൂടിയ പ്രതല വിസ്തീർണം ശ്വസനവാതകങ്ങളുടെ വിനിമയം എളുപ്പത്തിൽ നടക്കുന്നതിന് സഹായിക്കുന്നു. ലഘുപോഷകങ്ങൾ സംവഹനം ചെയ്യപ്പെടുന്നത് പ്ലാസ്മയിലൂടെയാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയല്ലോ. എന്നാൽ ഏത് രക്തഘടകമാണ് ഓക്സിജനെ സംവഹനം ചെയ്യുന്നതെന്നറിയാമോ? അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ സംവഹനം ചെയ്യുന്നത്. അരുണരക്താണുക്കളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അരുണരക്താണുക്കളുടെ ഘടന ഓക്സിജന്റെ സംവഹനത്തിന് എത്രമാത്രം അനുയോജ്യമാണെന്ന് ഈ ചിത്രീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അരുണരക്താണുക്കളുടെ ആകൃതി ഡിസ്കിന്റെ ആകൃതിയാണ്. ഒരു മില്ലി ലിറ്ററിൽ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ കാണപ്പെടുന്നുണ്ട് അരുണരക്താണുക്കൾ. ന്യൂക്ലിയസോ മറ്റ് കോശാംഗങ്ങളോ അരുണരക്താണുക്കളിൽ കാണുന്നില്ല. അരുണരക്താണുക്കളിൽ നിറയെ കാണപ്പെടുന്നത് ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഹീമോഗ്ലോബിൻ മാത്രമാണ്. ഒരു ഹീമോഗ്ലോബിന്റെ ഘടന നമുക്കൊന്ന് നോക്കിയാലോ. 4 പ്രോട്ടീൻ ഇഴകളും ഇരുമ്പടങ്ങിയ ഹീമും ചേർന്നതാണ് ഹീമോഗ്ലോബിന്റെ ഘടന. ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. പ്രോട്ടീൻ ഇഴകളും ഹീമും 4 എണ്ണം വീതം ഉള്ളതിനാൽ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും. വായു അറകളിൽ നിന്ന് ഓക്സിജൻ എങ്ങനെയാണ് കോശങ്ങളിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. വായു അറകളിലെ ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ രക്തത്തിലേക്ക് എത്തുന്നു. രക്തലോമികകളിൽ എത്തുന്ന ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആയി മാറുന്നു. ഈ ഹീമോഗ്ലോബിൻ രക്തത്തെ കലകളിലെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു.
ഓക്സി ഹീമോഗ്ലോബിൻ ഓക്സിജനെ വിട്ടുകൊടുത്ത് ഹീമോഗ്ലോബിൻ സ്വതന്ത്രമാകുന്നു. വിട്ടുകൊടുക്കുന്ന ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലേക്കാണ് എത്തുന്നത്. ടിഷ്യൂ ദ്രവത്തിലെത്തുന്ന ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ വായു അറകളിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചേരുന്നു. ഇനി നമുക്ക് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് പൂരിപ്പിച്ചു നോക്കിയാലോ? സൂചനകൾ നോക്കി ഫ്ലോ ചാർട്ട് പൂരിപ്പിക്കാം. വായു അറയിലെ ഓക്സിജൻ രക്തത്തിലെത്തുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. അത് ടിഷ്യൂ ദ്രവത്തിലേക്ക് എത്തുന്നു. ടിഷ്യൂ ദ്രവത്തിൽ നിന്ന് കോശത്തിലേക്ക് എത്തുന്നു. കോശങ്ങളിൽ ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. ഓക്സിജന്റെ സംവഹനത്തിൽ ഹീമോഗ്ലോബിന്റെ പങ്ക് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായല്ലോ. ഹീമോഗ്ലോബിൻ നിർമ്മിക്കുന്നതിന് വേണ്ട പ്രധാന ഘടകം ഇരുമ്പ് തന്മാത്രകളാണ്. ഇരുമ്പടങ്ങിയ ഇലക്കറികൾ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആരോഗ്യമുള്ള ഒരു പുരുഷനിൽ 100 മില്ലി ലിറ്റർ രക്തത്തിൽ ശരാശരി 15 ഗ്രാമും സ്ത്രീകളിൽ ശരാശരി 13 ഗ്രാമും ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നു. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ WIFS പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പുകമുറിയിൽ അകപ്പെട്ടാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? ഓക്സിജനോടുള്ളതിനേക്കാൾ ഹീമോഗ്ലോബിന് പ്രതിപത്തി കാർബൺ മോണോക്സൈഡിനോടാണ്. ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് അതിവേഗം കൂടിച്ചേരുകയും കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സ്ഥിരത കൂടിയ സംയുക്തം രൂപപ്പെടുകയും ചെയ്യുന്നു. ഓക്സി ഹീമോഗ്ലോബിനെ പോലെ കാർബോക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കാത്തതുമൂലം ഹീമോഗ്ലോബിൻ തന്മാത്ര നശിക്കുന്നു. ഇത് ചില സന്ദർഭങ്ങളിൽ അപകടകരമാകാറുണ്ട്. തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം കാർബൺ മോണോക്സൈഡും ശ്വസിക്കാൻ ഇടയാകും. അതുകൊണ്ട് എത്രയും വേഗം തീ കെടുത്തണം. അതുപോലെ തന്നെ പുകമുറിയിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെത്തിക്കുക എന്നതും പ്രധാനമാണ്. നനഞ്ഞ തുണി കൊണ്ട് മൂക്കും വായും പൊത്തി കിടന്നുരുണ്ട് പുറത്ത് കടന്ന് വായുസഞ്ചാരമുള്ള ഭാഗത്തേക്ക് മാറുകയാണ് വേണ്ടത്. സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തവരെ രക്ഷാപ്രവർത്തകർക്കും ഇതേ രീതി ഉപയോഗിച്ച് രക്ഷിക്കാവുന്നതാണ്. കോശത്തിലെത്തുന്ന ഓക്സിജൻ എങ്ങനെയാണ് ഊർജോൽപാദനത്തിന് സഹായിക്കുന്നത്? ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന പ്രധാന ഘടകം ഗ്ലൂക്കോസ് ആണെന്ന് നമുക്കറിയാം. കോശത്തിൽ വച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. ഇത് 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. ആദ്യത്തെ ഘട്ടം ഗ്ലൈക്കോളിസിസ് എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ഘട്ടം ക്രബ്സ് പരിവൃത്തി എന്നും അറിയപ്പെടുന്നു. ഗ്ലൈക്കോളിസിസിനെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. കോശശ്വസനത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമില്ല. കോശശ്വസനത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി. ക്രബ്സ് പരിവൃത്തി മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നു. നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറുവിക് ആസിഡ് കാർബൺ ഡയോക്സൈഡും ജലവുമായി മാറ്റപ്പെടുന്നു. 28 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. ഈ പ്രവർത്തനത്തിന് ഓക്സിജൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഗ്ലൈക്കോളിസിസും ക്രബ്സ് പരിവൃത്തിയും നമുക്ക് ഒരു പട്ടികയിലാക്കാം. സൂചകങ്ങൾ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്.
ഗ്ലൈക്കോളിസിസും ക്രെബ്സ് പരിവൃത്തിയും അതിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടതുണ്ട്. കോശശ്വസന ഘട്ടം നടക്കുന്ന ഭാഗം ഗ്ലൈക്കോളിസിസിൽ കോശദ്രവ്യവും ക്രെബ്സ് പരിവൃത്തിയിൽ മൈറ്റോകോൺട്രിയയുമാണ്. ഓക്സിജന്റെ ആവശ്യകത ഗ്ലൈക്കോളിസിസിന് ഇല്ല, ക്രെബ്സ് പരിവൃത്തിക്ക് ആവശ്യമുണ്ട്. ലഭ്യമാകുന്ന ATP തന്മാത്രകളുടെ എണ്ണം ഗ്ലൈക്കോളിസിസിൽ 2 ATP തന്മാത്രയാണ്. ക്രെബ്സ് പരിവൃത്തിയിൽ 28 ATP തന്മാത്രകളാണ്. ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഗ്ലൈക്കോളിസിസിൽ പൈറുവിക് ആസിഡും 2 ATP തന്മാത്രയുമാണ്. ക്രെബ്സ് പരിവൃത്തിയിൽ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, 28 ATP തന്മാത്രകൾ എന്നിവയാണ്. ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ. പട്ടികയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് കോശ ശ്വസനത്തിൻ്റെ വർക്ക് ഷീറ്റ് ഒന്ന് നമുക്ക് പൂർത്തിയാക്കി നോക്കിയാലോ.